ഹായ് ഫ്രണ്ട്സ്, ഹോം സൈഡിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നല്ല അടിപൊളി ഒരു വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരാനും അതുപോലെ തന്നെ എൻ്റെ ഈ കൊച്ചു ചാനലൊന്ന് സബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് അമർത്തി ഓൾ എന്നുള്ള ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്യാനും മറന്നു പോകരുതേ. അതുപോലെ ഈ കൊച്ചു ചാനലൊന്ന് ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ ഇന്ന് നമുക്ക് വ്യത്യസ്തമായ രീതിയിൽ ഒരു തൈര് കറി തയ്യാറാക്കിയാലോ. അപ്പോൾ ആദ്യം ഞാൻ പാൻ അടുപ്പത്ത് വെച്ചു. പാനൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. രണ്ട് സ്പൂണൊക്കെ മതിയാവും. ഇനി ഇതിലേക്ക് ഒരു 5 വെണ്ടയ്ക്ക ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് മൂത്ത് പോകാൻ പാടില്ല, എന്നാൽ ഇതിൻ്റെ നിറം ഒന്നും മാറാത്ത രീതിയിൽ വേണം നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാൻ. അപ്പോൾ ചെറിയ തീയിലിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി. ആ പുഴപുഴാന്നുള്ള അവസ്ഥയില്ലേ വെണ്ടയ്ക്കയുടെ, അതെല്ലാം ഒന്ന് മാറി കിട്ടണം. അപ്പോൾ അതൊന്ന് വഴറ്റാം. ഈ സമയം കൊണ്ട് തന്നെ ഞാനിതിന് ഒരു അരപ്പും കൂടെ തയ്യാറാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ഒരു കൈപ്പിടി തേങ്ങ ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു 10-12 എടുത്തിട്ടുണ്ട്. നമ്മുടെ കാന്താരി 10-15 ഉണ്ട് കേട്ടോ. അതും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. 2-3 അല്ലി ചുമന്നുള്ളി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് 1/2 ടീസ്പൂണ് നല്ല ജീരകം ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇപ്പം നമ്മുടെ വെണ്ടയ്ക്കെല്ലാം ഇവിടെ പരുവത്തിന് ഇതായി വന്നിട്ടുണ്ട്. ഇതിൻ്റെ നിറം ഒന്നും മാറിപ്പോവാതെ വേണം നമുക്കിതൊന്ന് തയ്യാറാക്കിയെടുക്കാൻ. അപ്പോൾ ഇത് വെണ്ടയ്ക്കെല്ലാം കോരി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേ പാനിലേക്ക് ബാക്കിയുള്ള എണ്ണയിലേക്ക് തന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചിയും കുറച്ച് വെളുത്തുള്ളിയും കൂടെ അരിഞ്ഞത് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ 2-3 വെളുത്തുള്ളി അല്ലി മതിയാവും. അതും കൂടെ ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഈ ഒരു കറി ഉണ്ടെങ്കിൽ വേറൊരു കറിയുടെ ആവശ്യമില്ല കേട്ടോ. നമുക്ക് ചോറ് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റുമാണ്, കാണാനും കഴിക്കാനും നല്ലതാണ്. അപ്പോൾ നിങ്ങൾ ഒരിക്കലെങ്കിലും ഇതൊന്ന് തയ്യാറാക്കി നോക്കുക. ഇനി അതിലേക്ക് വേണ്ടത് ഒരു 3 പച്ചമുളക് ഇട്ട് കൊടുക്കുക. അതിനോടൊപ്പം തന്നെ നമുക്കൊരു ചെറിയ സവാള, ഒരുപാട് വലുതാണെങ്കിൽ ഒരു 1/4 ഭാഗമൊക്കെ മതിയാവും. അപ്പോൾ ഞാനൊരു ചെറിയ സവാള എടുത്തിട്ടുണ്ട്, അതും കൂടെ ഇട്ട് കൊടുക്കുക. ഒന്ന് വഴറ്റിയെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ സവാളയൊക്കെ പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടാനായിട്ട് നമുക്കൊരു അല്പം ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നല്ലപോലെ വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് ഈ മഞ്ഞൾപ്പൊടിയുടെ എല്ലാം പച്ചമണം നല്ലപോലെ മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കാം. നല്ല മണവും നല്ല ടേസ്റ്റും കേട്ടോ ഈ കറി. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ കൂട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ജാറ് കഴുകി ഒരല്പം വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ ഈ തൈരൊക്കെ ഒഴിക്കാനുള്ളത് കൊണ്ട് ഞാൻ നോൺ സ്റ്റിക്ക് പാനിൽ നിന്നൊന്ന് മാറ്റിയിട്ടുണ്ട്, മൺചട്ടിയിലേക്ക് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഫുഡ് നല്ലോണം കഴിക്കുന്നതിനൊപ്പം തന്നെ നമ്മുടെ ഹെൽത്തും കൂടെ നല്ലോണം ശ്രദ്ധിക്കുക. അപ്പോൾ മൺചട്ടിയിലാക്കുമ്പോഴത്തേനും അത് വലിയ നമുക്ക് സൈഡ് എഫക്റ്റൊന്നും ഇല്ലാതെ കഴിക്കാനൊക്കെ പറ്റുന്നതാണ്. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തു. ഈ തേങ്ങ തിളച്ച് പോകാൻ പാടില്ല, എന്നാൽ നല്ലപോലെ നമുക്ക് ചൂടായി ആ പച്ചമണം ഒന്ന് മാറി കിട്ടണം. അപ്പോൾ നമ്മൾ കൈ എടുക്കാതെ ഒന്ന് ഇളക്കി നല്ലപോലെ ചൂടാക്കി എടുത്തതിന് ശേഷം അതിലേക്ക് വെണ്ടയ്ക്ക കൂടെ ഇട്ട് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. തിളച്ച് പോരുത് കേട്ടോ തേങ്ങ. ഇതിലേക്ക് ഞാൻ അടിച്ചു വെച്ചിരിക്കുന്ന തൈരും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ജാറ് കഴുകി ആവശ്യത്തിന് എത്ര തിക്നെസ് വേണോ അതിനനുസരിച്ചുള്ള വെള്ളം ചേർത്ത് കൊടുത്താൽ മതിയാവും. ഒരുപാട് ലൂസായി പോകരുത് കേട്ടോ. ഇനി എല്ലാം കൂടെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. മസ്റ്റായിട്ട് നിങ്ങൾ ഈ മല്ലിയില ഇതിൽ ചേർക്കണം കേട്ടോ. മല്ലിയിലയും ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. അപ്പോൾ ഉപ്പൊക്കെ നോക്കിയിട്ട് ആവശ്യാനുസരണം നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം നല്ലപോലെ ഒന്ന് ചൂടായാൽ മതി, തിളയ്ക്കാൻ പാടില്ല. ഇനി നമുക്കിത് വാങ്ങി വെച്ചതിന് ശേഷം ഒരു താളിപ്പ് കൂടെ നമുക്ക് തയ്യാറാക്കാം. പാൻ വെച്ചു. പാനൊന്ന് ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കുക. 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. കടുകൊന്ന് പൊട്ടി വരുമ്പോൾ 1/2 ടീസ്പൂണ് ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കുക. ഉലുവ ഒന്ന് പൊട്ടി വരുമ്പോൾ ഒരു 3-4 ചുമന്നുള്ളി വട്ടത്തിലരിഞ്ഞതും 2-3 ഉണക്കമുളകും കറിവേപ്പും കൂടെ ചേർത്ത് നമുക്ക് ഒന്ന് വഴറ്റിയെടുക്കാം.
അപ്പോൾ ഇത് കരിഞ്ഞു പോകാതെ ഒന്ന് മൂത്ത് കിട്ടണം. ഈ ഒരു പരുവത്തിലായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ താളിപ്പ് നമ്മുടെ തൈര് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തതിന് ശേഷം എപ്പോഴും ഞാൻ പറയുന്ന പോലെ തന്നെ നമുക്ക് ഇതൊന്ന് അടച്ച് വയ്ക്കാം. നമ്മളിങ്ങനെ അടച്ച് വെച്ച് എടുക്കുമ്പോൾ ആണ് ഈ എണ്ണയുടെയും ആ ഉള്ളി മൂത്തതിൻ്റെ മണമൊക്കെ നമുക്ക് നല്ലപോലെ ഈ കറിക്കകത്ത് ആ ഫ്ലേവർ നല്ലോണം കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ദാ ഇവിടെ തുറന്നിട്ടുണ്ട് കറി. നല്ല രസമല്ലേ കഴിക്കാനും. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട ഒരു ലൈക്കും ഹൈപ്പും തരാൻ മറക്കരുതേ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെയും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ.